നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഫൈൻഡ് ആർ ഇഫ് 5PR = 6PR-1. ഇതിന് 4 മാർക്കാണ്. ഇങ്ങനെ NPR എന്നാൽ നോക്കുക, NPR എന്ന് കണ്ടാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ 5PR-നെ നമുക്ക് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതുപോലെ 6PR-1 എന്നാൽ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. ഇവിടെ നമുക്ക് 6 ഫാക്ടോറിയലിനെ അഴിച്ച് 6 × 5 ഫാക്ടോറിയൽ വരെയും, അതുപോലെ താഴെയുള്ള 6 മൈനസ് ആർ മൈനസ് 1 എന്നത് 6 + 1 7 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ 7 മൈനസ് ആർ ഫാക്ടോറിയലിനെ 7 മൈനസ് ആർ × 6 മൈനസ് ആർ × 5 മൈനസ് ആർ ഫാക്ടോറിയൽ വരെ എഴുതി. ഇവിടെയുള്ള 5 മൈനസ് ആർ ഫാക്ടോറിയൽ കട്ട് ചെയ്തു, 5 ഫാക്ടോറിയൽ കട്ട് ചെയ്തു, മിച്ചം ഇവിടെ 1 ആണ്. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 മൈനസ് ആർ × 6 മൈനസ് ആർ = 6. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. r² - 13r + 36 = 0. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36, അത് ആഡ് ചെയ്യുമ്പോൾ -30. അപ്പോൾ നമ്പേഴ്സ് 9ഉം 4ഉം ആണ്. മൈനസ് വരുന്നതുകൊണ്ട് r - 9 × r - 4 = 0. ഇവിടുന്ന് r = 9 എന്നും r = 4 എന്നും കിട്ടും. അപ്പോൾ നമ്മളെടുത്ത വില നോക്കുക. r വരേണ്ടത് 5നേക്കാൾ അല്ലെ 6നേക്കാൾ ചെറുതാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് r എന്നതിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ r = 4 ഈസ് പോസിബിൾ. ഇതിന് 3 അല്ലെങ്കിൽ 4 മാർക്ക് വരെ പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫ് 1/6 ഫാക്ടോറിയൽ + 1/7 ഫാക്ടോറിയൽ = x/8 ഫാക്ടോറിയൽ, ഫൈൻഡ് x. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ ഏറ്റവും കൂടുതൽ 8 ഫാക്ടോറിയലാണ്. അങ്ങനെ 8 ഫാക്ടോറിയൽ ആക്കാൻ ശ്രമിക്കുക, ഈ ഡിനോമിനേറ്റർ എല്ലാം. അപ്പോൾ ഇവിടെ 6 ഫാക്ടറിൻ്റെ കൂടെ ഒരു 7ഉം 8ഉം ഇട്ട് കൊടുത്തു, മേളിലും അതുപോലെ തന്നെ 7ഉം 8ഉം. ഇവിടെ 7 ഫാക്ടോറിയൽ വരെയുണ്ട്, ഒരു 8 കൂടി ഇട്ട് കഴിയുമ്പോൾ 8 ഫാക്ടോറിയൽ ആകും. അപ്പോൾ ഇത് 7 × 8 56/8 ഫാക്ടോറിയൽ. ഇവിടെ കിട്ടുന്നത് 8/8 ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 56 + 8/8 ഫാക്ടോറിയൽ = x/8 ഫാക്ടോറിയൽ. ഇത് ആഡ് ചെയ്യുമ്പോൾ 64 = x എന്ന് കിട്ടും. കാരണം ഡിനോമിനേറ്റർ 8 ഫാക്ടോറിയൽ വെട്ടിപ്പോയി. അപ്പോൾ x = 64 ആണ് ആൻസർ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. NCR + NCR-1 എന്നാൽ n+1 CR ആണ്. അതായത് ഇവിടെ പവറായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് 1 കൂടുന്നു, അതായത് n എന്നത് 1 കൂടുന്നു. താഴെ വലുത് ഏതാണോ അത് എഴുതുക. ഇവിടെ r, ഇത് r-1 ആയതുകൊണ്ട് r ആണ് താഴെ വരേണ്ടത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക. 60C57 + 60C56. ഇവിടെ മേളിൽ സെയിം ആണ് 60. അപ്പോൾ ആൻസറിൽ 1 കൂടുന്നു, മേളിൽ 61 എന്നാവുന്നു. താഴെ 57ഉം 56ഉം ആയതുകൊണ്ട് ഇതിൽ വലുത് 57, അതാണ് എഴുതേണ്ടത്. അപ്പോൾ 61C57 ആണ് ഇതിൻ്റെ ആൻസർ. വളരെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.